ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, കുളിച്ച് ഇറങ്ങി ഓൺ ദി സ്പോട്ട് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. വീട്ടിലോട്ട് പോകാണ്ടോ ഞാൻ മാത്രം. രാഹു എന്നെ ഒന്ന് കഴക്കൂട്ടത്ത് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് KSRTC ബസ്സിൽ എൻ്റെ വീട്ടിൽ പോവും. അതാണ് സംഭവം. രാഹുവിന് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് രാഹു വരുന്നില്ല. അപ്പോൾ ക്ലോസിംഗ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം രാഹു ഫുൾ ബിസി കാര്യങ്ങളൊക്കെ ആയിരിക്കും. സൗണ്ട് കേൾക്കുന്നത് വേറെ ഒന്നുമല്ല, വാഷിംഗ് മെഷീനിൽ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ ഞാൻ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. വീടെത്താറായിട്ടല്ല, എൻ്റെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഓട്ടോയിൽ പോകാം എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നടക്കാമെന്ന്. എനിക്ക് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് നൊസ്റ്റാൾജി അടിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ 10th +1 +2 ഈ ടൈമെല്ലാം ഈ വഴിയെ നടന്നാണ് വന്ന് പോയിക്കൊണ്ടിരുന്നത്. അത് ഞാനും ഫ്രണ്ടും കൂടി നടന്നു പോവും, അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് നൊസ്റ്റാൾജി അടിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന കുഞ്ഞു വഴി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്ക് എന്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം പ്ലാസ്റ്റിക്, വേറൊന്നുമല്ല മറ്റേ ഹരിതകർമ്മസേനയിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ വന്നതുകൊണ്ട് അവിടെയൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വരും. നമ്മളെവിടെയൊന്നും അങ്ങനെ കറക്റ്റായിട്ട് വരാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ചട്ടി വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു ചട്ടി വേണോ എന്നപ്പോഴത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി കുടിച്ചു. ആ ഒരു ടൈം മാത്രമേ എടുത്തോളൂ. ഞാൻ വീട്ടിൽ കയറി കാപ്പി കുടിച്ചു. എന്നിട്ട് ഞാനും അമ്മയും കൂടി അമ്മയ്ക്കൊരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സാധനം മേടിക്കാനായിട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ പണ്ട് ട്യൂഷൻ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് മേടിച്ച് തിന്നുകൊണ്ട് നടക്കത്തില്ലേ, അങ്ങനെ 2-3 മുട്ടായി മേടിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്ക് ആ മുട്ടായി ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ വേറെ 2-3 മുട്ടായി മേടിച്ചിട്ട് വന്നു. പിന്നെ ചോറ് കഴിച്ചു. നല്ല ചൂര മീൻകറിയും ഫ്രൈയും തോരനും ഫ്രൈംസും അച്ചാറും നെല്ലിക്ക ഉപ്പിലിട്ടതും മുളക് ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കലേമ്മ വിളിച്ചു, അമ്മൂൻ്റെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടി ഒന്ന് കലേമ്മേര അമ്മൂൻ്റെ അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ വച്ചിട്ട് കലേമേനെയൊക്കെ കണ്ടു. എന്നിട്ട് കലേമേനെ ഒന്ന് അമ്മു ആരോ ഒരാൾ കൊണ്ടുപോയി നാവായിക്കുളത്ത് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ മീൻ കൊണ്ടുവന്നു. നമ്മൾ അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് അന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെ മീൻകാരൻ്റെ ഹോണാണ് കേട്ടത്. അപ്പോഴത്തേക്ക് അപ്പയും അമ്മയും കൂടെ മീൻ മേടിക്കാൻ പോയി. അപ്പോൾ ഞാനും കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് പപ്പ പറഞ്ഞു നമുക്ക് മട്ടൻ മേടിക്കാം, അമ്മമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വരുന്നതുകൊണ്ട് നമുക്ക് മട്ടൻ മേടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷൻസാണ്. ആദ്യം തന്നെ ഞാൻ കുരുമുളക് വറുത്ത് പൊടിക്കുകയാണ്. നമ്മൾ ഓൺ പ്രോഡക്റ്റാണ് കുരുമുളക്. എനിക്കൊന്ന് 1 വർഷത്തോളം ആയെന്ന് തോന്നുന്നു കുരുമുളക് വരച്ചിട്ട്. എന്നിട്ട് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിക്കുന്നതിൻ്റെ ഇടയിൽ മിക്സിയിൽ നിന്ന് കട്ടപ്പുട്ടാന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അത് ജസ്റ്റ് മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വന്ന് കറക്റ്റായിട്ട് വച്ചൊക്കെ തന്നു. എന്നിട്ട് ഞാൻ പൊടിച്ചത് ടിന്നിലാക്കി വയ്ക്കുവാണ്. കുരുമുളകിനൊട്ടും വിലയില്ലാത്തത് കൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടുമൊക്കെയാണ് സാധനം വേറൊരു ടിന്നിലോട്ട് മാറ്റുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ കുരുമുളക് വറുത്ത ആ പാത്രത്തിനകത്ത് ടിന്ന് വച്ചിട്ട് ടിന്ന് ഫില്ല് ചെയ്യാൻ. അപ്പോൾ കുറച്ച് പുറത്ത് പോയാലും നമുക്കെടുത്ത് ആ ടിന്നിനകത്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ടിന്നിനകത്തോട്ട് ഇടുവാണ് കേട്ടോ. വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ആരും പേടിക്കണ്ട, ഇന്ന് ജോലിക്ക് ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ വീട് വൃത്തിയാക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൻറ്റി സാധനങ്ങളൊക്കെ വാരി മാറ്റിയിട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കണമെന്നറിയാൻ വയ്യാണ്ട് അവിടെയൊക്കെ കൊണ്ടുവച്ചതാണ്. അതിൻ്റെ ഇടയിൽ പപ്പ മട്ടൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോഴത്തേക്ക് പപ്പ വന്നിട്ട് ചോദിക്കും ആരെ ഫോൺ ഇവിടെ ഓണാക്കി വെച്ചേക്കുന്നതെന്നോ. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണാണ്, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഓൺ ചെയ്തതാണെന്ന്. അപ്പോഴത്തേക്ക് പപ്പ ഇതിവിടെ നടക്കൂല ഏട്ടാന്ന് പറഞ്ഞു പപ്പ എൻ്റെ കളിക്ക് ന്യൂസ് പേപ്പർ എന്നെ കളിയാക്കി പോകുന്നതാണ് കേട്ടോ അത്. അപ്പോൾ പപ്പ പോയിട്ട് വരുന്ന സമയത്ത് കൊണ്ട് അമ്മ പപ്പയ്ക്ക് വേണ്ടിയിട്ട് മോരും വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് പപ്പയ്ക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ മട്ടനൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ക്ലീൻ ചെയ്യാം, ഞാൻ തന്നെ ഇന്ന് ക്ലീൻ ചെയ്യുന്നേ എന്നും പറഞ്ഞ് പപ്പേനെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ സമ്മതിക്കാണ്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മട്ടനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ചെറിയുള്ളി ക്ലീൻ ചെയ്യുവാണ്. എനിക്ക്
ഫുൾ, അതായത് ഒരു സവാള പോലും ഇടാണ്ട് ഫുൾ മട്ടൻ ഈ ചെറിയുള്ളിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്ന് കണ്ണ് നേറിയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് പോയി. ആ സമയത്ത് ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ അമ്മു അതിൻ്റെ ഇടയ്ക്ക് മറ്റേ പൊന്നാങ്കണ്ണി ചീരയെന്ന് പറയും കേട്ടോ, ഇത് കണ്ണിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയതാണ്. എന്നിട്ട് ഞാൻ വന്ന് വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. ലാസ്റ്റ് ഞാൻ ദം പൊട്ടിച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട്. മട്ടൻ കറി ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കാനുണ്ടായിരുന്നു. ഈ പണിപ്പാടിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് കിച്ചണൊക്കെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ചിട്ടിട്ട് അവിടെ വൃത്തിയാക്കാൻ ക്ലീൻ ചെയ്യാൻ നിന്ന് ആൻറ്റി പോയി കേട്ടോ. അപ്പോൾ ആൻറ്റി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു. കിച്ചണിലെ സാധനങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വയ്ക്കുക, കിച്ചൺ സ്ലാബ്സും കാര്യങ്ങളൊക്കെ വെള്ളം വീണതൊക്കെ ഒന്ന് തുടച്ച് കളയുക, അങ്ങനെ ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മുവും കൂടി കുടുംബശ്രീക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് ക്ലീനിങ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് വെള്ളം കുടിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവിടുത്തെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മധുരമുള്ളൊരു ടേസ്റ്റുള്ള വെള്ളമാണ്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ വെള്ളം കൊണ്ടുപോകുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുമായിരുന്നു. കാരണം അവർ പറയും എൻ്റെ വെള്ളത്തിന് വേറൊരു ടേസ്റ്റ് ഉണ്ടെന്ന്. എനിക്കും തോന്നിയിട്ടുണ്ട്. ബാക്കി വേറെ എവിടെയെങ്കിലും പോയി വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു കട്ടി പോലെയും ഒരു ഇരുമ്പിൻ്റെ ചില പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ബട്ട് വീട്ടിൽ നിന്ന് കുടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു മധുരമുള്ള വെള്ളം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് വേറെ എവിടെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയമ്മയുടെ വീട്ടിൽ തോന്നിയിട്ടുള്ളൂ, വേറെ എങ്ങും എനിക്ക് തോന്നിയിട്ടില്ല. അത് കണക്കാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യവും. അമ്മ വയ്ക്കുന്നതും കലയമ്മ വയ്ക്കുന്ന ഫുഡ്, ഇവർ രണ്ടുപേരും വയ്ക്കുന്ന ഫുഡാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ്. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് കുക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ കഴിക്കുന്നതും എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല. ഞാൻ കഴിക്കില്ല എന്നല്ല, ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും. ബട്ട് എനിക്ക് ഇവർ രണ്ടുപേരും വയ്ക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരേ ഫ്ലേവർ ടേസ്റ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരേ കണക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടുണ്ട് നന്ദന, അവളുടെ അമ്മ വയ്ക്കുന്ന ഫുഡാണ് കേട്ടോ. ഇവരൊക്കെ ഒരേ നാട്ടുകാരാണ്, അതുകൊണ്ടായിരിക്കും ഒരേ ടേസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ക്ലീനൊക്കെ ചെയ്ത് ഒന്ന് പോയി കണ്ണൊക്കെ ഇങ്ങനെ വെളുത്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കണ്ണൊക്കെ എഴുതി വന്നപ്പോഴത്തേക്ക് പപ്പ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുറിയൊക്കെ ഇട്ട് വന്നിട്ട് പോയി കേട്ടോ. നല്ല വലിയൊരു കുറിയൊക്കെ ഇട്ട് വന്നു. വീട്ടിൽ സ്ഥിരമുള്ളതാണ്. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് രാഹു വന്നു. എൻ്റെ ചേട്ടൻ വീഡിയോ കോൾ ചെയ്യുവാണ്. പപ്പേരും അമ്മേരെയും വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുവാണ്. കേക്ക് സ്പോൺസർഡ് ബൈ ചേട്ടൻ, ഫുഡ് സ്പോൺസർഡ് ബൈ രാഹു. അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യുവാണ്. അപ്പം ഞാൻ രണ്ടും കൂടെ പിടിക്കുന്നുണ്ട്. രാഹു പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന്. അപ്പോൾ പപ്പ കേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരുവാണ് കേട്ടോ. അത് ഇനി രാത്രി എടുത്ത ഫുഡെന്ന് പറയുന്നത് മട്ടൻ ബിരിയാണി, മന്തി, അൽഫാം മന്തി, പിന്നെ വന്നിട്ട് ഫിഷ് ഫ്രൈ, മട്ടൻ സ്റ്റൂ, മട്ടൻ കറി, മീൻ കറി, അവിയൽ, അച്ചാർ, ഇങ്ങനെയെല്ലാം. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ്, അതായത് ഞാൻ വരുന്നതിൻ്റെ അന്നാണ്. രാവിലെ 6:45. അമ്മ വീട്ടിൽ നിന്ന് മുളക് പറിച്ച് തന്നു വിടുവാണ്. ഉപ്പിലിടാനായിട്ട് നമ്മളെ സ്വന്തം മുളകാണ്. വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള സാധനമാണിതും. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന്. പിന്നെ നമ്മുടെ ചെറിയ ഉണ്ടമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.